ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് 2025-26 പുരസ്കാരങ്ങളും അവ നേടിയ നോവലിസ്റ്റ് കൃതികളും അതുപോലെ അവരുടെ കർത്താവിനെക്കുറിച്ചും നമുക്ക് പഠിക്കാം. ആദ്യം 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപിള്ള. സമഗ്ര സംഭാവനയ്ക്കാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം നൽകിയിരിക്കുന്നത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് എഴുത്തച്ഛൻ പുരസ്കാരം തുക. 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിലെ തുക. അടുത്തത് വയലാർ അവാർഡ് നേടിയത് സന്തോഷ് കുമാറാണ്. വയലാർ അവാർഡ് സന്തോഷ് കുമാർ. നോവൽ വന്നിട്ട് തപോമയിയുടെ അച്ഛൻ നോവലാണ്. വയലാർ അവാർഡ് സന്തോഷ് കുമാർ. തപോമയിയുടെ അച്ഛനാണ് നോവൽ. നെക്സ്റ്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച 6ാമത്തെ മലയാളിയാണ് ഡോക്ടർ M ലീലാവതി. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച 6ാമത്തെ മലയാളിയാണ് ഡോക്ടർ M ലീലാവതി. അടുത്തത് ഓടക്കുഴൽ അവാർഡ് നേടിയത് EP രാജഗോപാലൻ. ഈ വർഷത്തെ ഓടക്കുഴൽ അവാർഡ് നേടിയത് EP രാജഗോപാലൻ. ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ്. അപ്പോൾ ഓടക്കുഴൽ അവാർഡ് EP രാജഗോപാലൻ. ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് ലഭിച്ചത്. 30,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് ഓടക്കുഴൽ അവാർഡ്. 30,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് ഓടക്കുഴൽ അവാർഡ്. നെക്സ്റ്റ്, കേന്ദ്ര സാഹിത്യ അവാർഡ് നേടിയത് N പ്രഭാകരനാണ്. കേന്ദ്ര സാഹിത്യ അവാർഡ് നേടിയ മലയാളിയാണ് N പ്രഭാകരൻ. നോവൽ മായാമനുഷ്യൻ. നെക്സ്റ്റ്, 2026 പത്മപ്രഭ പുരസ്കാരം നേടിയത് R രാജശ്രീ. 2026 പത്മപ്രഭ പുരസ്കാരം നേടിയത് R രാജശ്രീ. അത് സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനകൾക്ക്, അതായത് മലയാള സാഹിത്യത്തിലെ സംഭാവനകൾക്ക് നൽകുന്ന അവാർഡാണ് പത്മപ്രഭ പുരസ്കാരം. അതിൽ രാജശ്രീയുടെ കല്യാണിയും ദാക്ഷായണിയും എന്നു പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന നോവലും ആത്രേയം എന്ന നോവൽ, അതായത് അവരുടെ നോവലുകൾ പരിഗണിച്ചിട്ടാണ് ഈ പത്മപ്രഭ പുരസ്കാരം കൊടുക്കുന്നത്. അത് കല്യാണിയും ദാക്ഷായണിയും എന്നു പേരായ 2 സ്ത്രീകളുടെ കഥ, ആത്രേയം എന്നിവ 2 നോവലുകളാണ്. ഇതിൽ കല്യാണിയും ദാക്ഷായണിയും എന്നു പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന നോവലിന് 2021 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. 2021 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ രാജശ്രീയുടെ നോവലാണ് കല്യാണിയും ദാക്ഷായണിയും എന്നു പേരായ 2 സ്ത്രീകളുടെ കഥ. നെക്സ്റ്റ്, ONV പുരസ്കാരം. ONV പുരസ്കാരം നേടിയ കഥാകൃത്താണ് M മുകുന്ദൻ. ONV പുരസ്കാരം നേടിയത് M മുകുന്ദനാണ്. അടുത്ത തകഴി പുരസ്കാരം നേടിയത് സേതുവിനാണ്. തകഴി പുരസ്കാരമാർക്കാണ് സേതുവിന്. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് തകഴി പുരസ്കാരം. അടുത്തത് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തിയാണ് വിനോദ് കുമാർ ശുക്ല. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തിയാണ് വിനോദ് കുമാർ ശുക്ല. അത് കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം നേടിയത് M ലീലാവതി. പുരസ്കാരം നേടിയതാരാണ്? M ലീലാവതി. ഹരിവരാസന പുരസ്കാരം നേടിയതാരാണ്? നാദസ്വര വിദ്വാനായ തിരുവുഴ ജയശങ്കർ. ഹരിവരാസന പുരസ്കാരം നേടിയത് നാദസ്വര വിദഗ്ധനായ തിരുവിഴ ജയശങ്കർ. നെക്സ്റ്റ്, ജ്ഞാനപാന പുരസ്കാരം നേടിയത് വൈക്കം രാമചന്ദ്രൻ. പുരസ്കാരം നേടിയ വ്യക്തിയാണ് വൈക്കം രാമചന്ദ്രൻ. ചെറുകാട് പുരസ്കാരം ഏഴാച്ചേരി രാമചന്ദ്രൻ. പുരസ്കാരം നേടിയത് ഏഴാച്ചേരി രാമചന്ദ്രൻ. ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം നേടിയത് NS മാധവൻ. നെക്സ്റ്റ്, മാതൃഭൂമി പുരസ്കാരം, അത് 2025 പുതിയത് വന്നിട്ടില്ല. മാതൃഭൂമി പുരസ്കാരം നേടിയത് മീതിൽ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് ഈ ഇടയ്ക്ക് വിക്ടോറിയ കോളേജിൽ വെച്ച് അനുമോദനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാതൃഭൂമി പുരസ്കാരം നേടിയ വ്യക്തിയാണ് മീതിൽ രാധാകൃഷ്ണൻ. നെക്സ്റ്റ്, കേരള ജ്യോതി പുരസ്കാരം നേടിയത് ഡോക്ടർ MR രാഘവാചാര്യർ. കേരള ജ്യോതി പുരസ്കാരം നേടിയത് ഡോക്ടർ MR രാഘവ വാര്യർ. കേരള ജ്യോതി പുരസ്കാരം നേടിയ ഡോക്ടർ MR രാഘവ വാര്യർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. ഇത് ഏർപ്പെടുത്തിയത് ശാന്തി പ്രസാദ് ജെയിനാണ്. 1965 ആദ്യമായിട്ട് നമ്മൾ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളിയാണ് G ശങ്കരക്കുറുപ്പ്. അപ്പോൾ ആദ്യമായിട്ട് ജ്ഞാനപീഠം നേടിയ മലയാളിയാണ് G ശങ്കരക്കുറുപ്പ്. ഓടക്കുഴൽ എന്ന കൃതിക്ക് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, 1980 SK പൊറ്റക്കാട്. കൃതി വന്നിട്ട് ഒരു ദേശത്തിൻ്റെ കഥ. SK പൊറ്റക്കാട് 1980 കൃതി വന്നിട്ട് ഒരു ദേശത്തിൻ്റെ കഥ. 1984 തകഴി. 1984 ആരാണ്? തകഴി. 1995 MT വാസുദേവൻ നായർ. 2019 2007 ONV കുറുപ്പിന്. 2019 അക്കിത്തം. ആകെ 6 പേർക്കാണ് മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്. അത് G ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, ലാസ്റ്റ് നേടിയത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി.